തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വർഷേ വർഷേ ഡീ വർഷേ എന്തുവാ? എന്താ എന്താ? ഈ എ സിയുടെ റിമോട്ടിന് എടുക്കുവോ? നീ മുതലെടുക്ക അല്ലേ? ഞാൻ അടുത്ത ചലഞ്ച് ഞാൻ കാണിച്ചു തരാം. അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്താ സുഖം. നോക്കി ഒരു ചലഞ്ച് നമുക്ക് ചെയ്താലോ? ഒന്ന് പോവണേ, എനിക്ക് കുഞ്ഞു കളിക്കാൻ സമയമൊന്നുമില്ല. പേടി, നിനക്ക് തോറ്റു പോവെന്നുള്ള പേടി. ഒന്ന് പോടി. പിന്നല്ലാതെ വെറുതെ കിടന്നുരുള്ളാതെ നിനക്ക് പേടി തന്നെ, അതങ്ങ് സമ്മതിക്കും. മോളെ, ഞങ്ങൾ കൊല്ലംകാർക്ക് പേടി എന്ന് പറയുന്ന സാധനം ബ്ലഡിൽ പോലും ഇല്ല. ഓഹോ, എന്നാ ചലഞ്ച്. ചാലഞ്ച് ഓക്കെ, നാളെ മുതൽ ഈ വീട്ടിൽ ആദ്യം ആര് ദേഷ്യപ്പെടുന്നോ ആ ആള് തോറ്റു. പിന്നെ ജയിച്ച ആള് പറയുന്നതെല്ലാം അയാൾ അനുസരിക്കണം. ലൈക്ക് എ അടി. യു മീൻ കുപ്പി എന്ന് പറഞ്ഞ ഭൂതം? ആ, സംഭവം വളരെ സിമ്പിളാ. തോക്കാൻ റെഡി ആയിരിക്കും. വർഷേ, ഇടയിൽ കുറച്ച് വെള്ളം കിടത്തേ. ആ, ചലഞ്ച്. ഐവി, നിന്നോട് ഞാൻ പറഞ്ഞോണ്ട് ഈ സോഫ കയറരുന്ന്. ഇറങ്ങടി. നിന്നോട് ഞാൻ പറഞ്ഞേ ഇറങ്ങ. നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞോണ്ട് ഈ സോഫ കയറരുന്ന്. എന്നോടല്ല, ഈ വീട്ടിൽ ആരോടും ദേഷ്യപ്പെടാൻ പറ്റില്ല. ഓക്കെ? ഐവി പൊന്നെ, സോഫയിൽ നിന്ന് ഇറങ്ങുക. ഹലോ എടി, നീ എവിടെ പോയി? വീടിന്റെ താക്കോല് പൂട്ടിക്കൊണ്ട്. ഞാനൊന്ന് പുറത്തു വരുമെന്നാണല്ലോ. എടി, നീ ഇങ്ങോട്ട് പോയി, എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം. ഇപ്പൊ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യപ്പെട്. ഇല്ല, നീ വാ, ഞാൻ വേറെ ആരുടെയെങ്കിലും കക്കൂസി കയറാം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവൾ എന്നെ കൊണ്ടേ പോവും. ഇതെങ്ങനെ പൊളിക്കും? ഐഡിയ. അയ്യോ, സോറി. സാരമില്ല, അറിയാതല്ലേ. ചെല്ലേ. സോറി.
ദൈവമേ, ഒന്നും ശരിയാവുന്നില്ലല്ലോ. പെണ്ണാണ് രണ്ടും കൽപ്പിച്ച എന്തോ ചെയ്യും? അവളപ്പം ഗോപാലുള്ള തല്ലി അവള് ക്ഷമിക്കും. പക്ഷെ ഇത് വിവേക്, യു ആർ സോ ബ്രില്യൻ. എന്താ? നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നനഞ്ഞ ടവലുണ്ട് കട്ടിലല്ലെന്ന്. തോറ്റു, നീ തോറ്റു. നാളെ മുതൽ ഈ വീട്ടിൽ ആദ്യം ആര് ദേഷ്യപ്പെടുന്നോ ആ ആള് തോറ്റു. പിന്നെ ജയിച്ച ആള് പറയുന്നതെല്ലാം അയാൾ അനുസരിക്കണം. ലൈക്ക് അടി. യു മീൻ കുപ്പി എന്ന് പറഞ്ഞ ഭൂതം? തോറ്റു. ചാലഞ്ചിൽ നീ തോറ്റു.